ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിൽ വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 80-ാം തിരുവചനം. വിശുദ്ധ സ്നാപക യോഹന്നാനെ പറ്റി ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്ന സുന്ദരമായ വാക്യമാണിത്. ശരീരത്തിൻ്റെ സൗന്ദര്യത്തെക്കാളും ആത്മാവിൻ്റെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തവൻ, ശാരീരികമായ വളർച്ചയേക്കാളും ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്തവൻ അവനാണ് സ്നാപക യോഹന്നാൻ. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ പറയുന്നുണ്ട്, മരുഭൂമി എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ ഒരുക്കുന്ന ഇടമാണ്. ലോകത്തിൻ്റെ സ്വരത്തിൽ നിന്നും മാറി നിന്നാലാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുക. പ്രിയം നിറഞ്ഞവരെ, ആത്മാവിൽ ശക്തിപ്പെടുന്നവർ, അത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോഴാണ് ആത്മാവിൽ ശക്തിപ്പെടാനായിട്ട് സാധിക്കുക. ആത്മാവിൽ ശക്തിപ്പെട്ടാലാണ് പാപത്തിൽ നിന്ന് മാറി നിൽക്കാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ആത്മാവിൽ ശക്തിപ്പെടുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.